നമസ്കാരം. 10ാം ക്ലാസ് ഫിസിക്സിലെ രണ്ടാമത്തെ യൂണിറ്റ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ സോളിനോയിഡിനെ പറ്റി മാത്രമാണ്. അപ്പോൾ എന്താണ് സോളിനോയിഡ്? നമുക്കെല്ലാവരും മുൻ അറിവുകളുള്ളതാണ് സോളിനോയിഡിനെ പറ്റി. ഒരു സർപ്പിൾ ആകൃതിയിൽ ചുറ്റിയെടുത്തിരിക്കുന്ന കവചിത ചാലകമാണ് സോളിനോയിഡ്, ശരിയല്ലേ? അപ്പോൾ വൈദ്യുതിയുടെ കാന്തിക ഫലം പ്രയോജനപ്പെടുത്താൻ ഇത്തരം കമ്പിച്ചിരുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എവിടേക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? വീട്ടിലെ കോളിംഗ് ബെൽ അല്ലേ, ഇലക്ട്രിക് ബെല്ലിൽ, ഇലക്ട്രിക് ക്രെയിന്, ഇതിനകത്തൊക്കെ ഉപയോഗിക്കുന്ന നമുക്ക് ഇത്തരത്തിലുള്ള ഈ വൈദ്യുത കാന്തത്തിൻ്റെ മേഖലകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ വൈദ്യുതവാഹിയായ സോളിനോയിഡിൻ്റെ കാന്തിക മണ്ഡലവും ധ്രുവതയും എങ്ങനെ തിരിച്ചറിയാമെന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കും. അപ്പോൾ വൈദ്യുതവാഹിയായ സോളിനോയിഡിൻ്റെ കാന്തിക മണ്ഡലം, അതിൻ്റെ ധ്രുവത, ഇതൊക്കെ നമ്മൾ ഇന്ന് ഈ ഒരു എപ്പിസോഡിലൂടെ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ പ്രസൻറ്റേഷനോടെ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ബുക്ക് എടുത്തിട്ട് ഇതൊന്ന് എഴുതിയെടുക്കുക. അപ്പം ഈ സോളിനോയിഡ് എന്നുള്ളതിൻ്റെ നമുക്കൊരു ചിത്രം കൂടെ നമുക്കൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നന്നായിരിക്കും. ബുക്കിനകത്ത് ഈ ഒരു പടവും കൂടെ വരച്ച് വെക്കുക. സർപ്പിൾ ആകൃതിയെ ചുറ്റിയെടുത്തിരിക്കുന്ന ഒരു സോളിനോയിഡ്. ഈ ചുരുളിനുള്ളിൽ ഒരു പച്ചിരുമ്പ് കൂറ് വെച്ചതിന് ശേഷം സോളിനോയിഡിൽ കൂടി സെല്ലിൽ നിന്നും വൈദ്യുതി കടത്തി വിട്ടാൽ ഇതൊരു കാന്തമായി മാറുമല്ലോ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള അല്ലേ? ഈ ചുരുളിനുള്ളിൽ പച്ചിരുമ്പ് കൂറ് വെച്ചതിന് ശേഷം സോളിനോയിഡിൽ കൂടി കറണ്ട് സെല്ലിൽ നിന്ന് വൈദ്യുതി കടത്തി വിട്ട് കഴിഞ്ഞാൽ കാന്തമായി മാറും. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ പച്ചിരുമ്പ് കോറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ശരിയല്ലേ? അവിടെ അതിന് പകരം എന്താ, ഇരുമ്പ് ഉപയോഗിച്ചാൽ സ്ഥിരകാന്തമായി മാറും. നമ്മുടെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള. അപ്പോൾ പച്ചിരുമ്പ് കൂറ് വെച്ച് കഴിഞ്ഞാൽ അത് വൈദ്യുതി ഓഫാക്കി കഴിഞ്ഞാലും അത് പിന്നെയും പച്ചിരുമ്പായിട്ട് തന്നെ ഇരിക്കും, അല്ലേ? അതല്ലെങ്കിൽ എന്ത് ചെയ്യും? അത് മറ്റേ വസ്തുവിലേക്ക് ഒട്ടി പിടിച്ചങ്ങിരിക്കും, അല്ലേ? സ്ഥിരകാന്തമായി മാറും. അപ്പോൾ അതുകൊണ്ട് പച്ചിരുമ്പ് കോറാണ് ഇവിടെ നമ്മൾ വൈദ്യുതകാന്തത്തിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഉപകരണത്തിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? വൈദ്യുതകാന്തം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ചുരുളിനുള്ളിൽ പച്ചിരുമ്പ് കൂറ് വെച്ചു, സെല്ലിൽ നിന്ന്, ഒരു ബാറ്ററിയിൽ നിന്നും കറണ്ട് കടത്തി വിട്ട് കഴിയുമ്പോൾ അതൊരു വൈദ്യുതകാന്തമായി മാറുന്നു. അപ്പം നമുക്കിത് അതിൻ്റെ ഒരു ചിത്രം നോക്കിയാലോ. സെല്ലിൽ നിന്നും വൈദ്യുതി കടത്തി വിടുന്നു, അത് പച്ചിരുമ്പ് കൂറാനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വൈദ്യുതകാന്തമായി മാറും. ഇവിടെ നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് എൻ്റെ മൗസിൻ്റെ കഴ്സർ കൊണ്ടുപോകുന്ന പോലെ ഈ ഇതിനകത്തെ പ്രവാഹദിശ, വൈദ്യുതിയുടെ പ്രവാഹദിശയാണ് നമ്മൾ ഇന്നിനി പഠിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഈ ഒരു വൈദ്യുത കാന്തത്തിൻ്റെ ധ്രുവങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. നോർത്ത് പോളും സൗത്ത് പോളും എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ പോസിറ്റീവ് ടെർമിനലിൽ കൂടെ എന്ത് സംഭവിക്കുന്നു? വൈദ്യുതി കടന്നു പോകുന്നു. ഈ വശത്തൂടെ കടന്നുപോയി അടുത്ത വശത്തൂടെ ഇറങ്ങി വരുന്നു, ശരിയല്ലേ? അപ്പോൾ ഇവിടെ വൈദ്യുതി കടന്നു പോകുന്ന ആ ഒരു ഭാഗം, അതിൻ്റെ ആ സൈഡ്, അവിടെ നമുക്ക് കാണുമ്പോൾ അത് ഏത് ഡയറക്ഷനിലാണ്, അതായത് പ്രദക്ഷിണ ദിശയിലാണോ, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണോ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ഇവിടെ നോക്കുക. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഏത് ദിശയിലാണ്. ക്ലോക്ക് വൈസ് ആണോ? അല്ലല്ലോ. പ്രദക്ഷിണ ദിശയിലല്ലോ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, ശരിയല്ലേ? അതേപോലെ ഇറങ്ങി വരുന്ന ഈ ടെർമിനലിൽ നോക്കിക്കേ, ഈ സോളിനോയിഡിൻ്റെ അവസാനം അത് ഇറങ്ങി വരുന്നത് പ്രദക്ഷിണ ദിശയിലാണ് ഇറങ്ങി വരുന്നത്, അല്ലേ? അപ്പം നമ്മൾ ഈ കറണ്ടിൻ്റെ പ്രവാഹത്തിൻ്റെ ദിശ അത് നോക്കിയിട്ട് കാന്തത്തിൻ്റെ, ഈ വൈദ്യുത കാന്തത്തിൻ്റെ ധ്രുവങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പം അത് എങ്ങനെയായിരിക്കാം എന്നുള്ളത് ഇപ്പം നിങ്ങൾ ബുക്കിനകത്ത് നമ്മൾ ഈ ഒരു സൈഡ് വേസ് ഒരു ഫോട്ടോ നോക്കുകയാണെങ്കിൽ നമുക്ക് വേഗം മനസ്സിലാക്കാൻ സാധിക്കും. വൈദ്യുതിയുടെ പ്രദക്ഷിണ ദിശ കൊടുത്തിരിക്കുന്ന ഏറ്റവും മേളിൽ, രണ്ടാമത്തെ കൊടുത്തിരിക്കുന്ന വൈദ്യുതിയുടെ അപ്രദക്ഷിണ ദിശ. അപ്പോൾ നമ്മൾ മുമ്പേ കണ്ട ചിത്രത്തിൽ വൈദ്യുതിയുടെ പ്രദക്ഷിണ ദിശയാണോ അപ്രദക്ഷിണ ദിശയാണോ ആദ്യം കാണുന്നത്? പോസിറ്റീവിൽ നിന്ന് വരുന്നു, അപ്രദക്ഷിണ ദിശയാണ്, അല്ലേ? ഇറങ്ങി വരുന്നതോ പ്രദക്ഷിണ ദിശയാണ്. ഇത് വേണമെങ്കിൽ ഒന്നും കൂടെ നമുക്ക് ആ ചിത്രം നമുക്ക് നോക്കാം. വൈദ്യുതി പ്രവഹിക്കുന്ന സോളിനോയിഡിൽ വൈദ്യുത പ്രവാഹം പ്രദക്ഷിണ ദിശയിൽ പ്രവഹിക്കുന്ന അഗ്രത്ത് ദക്ഷിണ ധ്രുവവും അപ്രദക്ഷിണ ദിശയിൽ വൈദ്യുതി പ്രവഹിക്കുന്ന അഗ്രത്ത് ഉത്തര ധ്രുവവുമായിരിക്കും. അപ്പോൾ ഈ ഒരു പോയിൻ്റ് നിങ്ങളൊന്ന് ബുക്കിനകത്തേക്ക് എഴുതിയെടുക്കണേ. വൈദ്യുതി പ്രവഹിക്കുന്ന സോളിനോയിഡിൽ വൈദ്യുത പ്രവാഹം പ്രദക്ഷിണ ദിശയിൽ പ്രവഹിക്കുന്ന അഗ്രത്ത് ദക്ഷിണ ധ്രുവവും അപ്രദക്ഷിണ ദിശയിലാണ് വൈദ്യുതി പ്രവഹിക്കുന്ന അഗ്രത്ത് ഉത്തര ധ്രുവമായിരിക്കും. നമ്മൾ മുമ്പേ കണ്ട ചിത്രത്തിനകത്ത് കറണ്ട് പോകുന്ന ആദ്യം പോസിറ്റീവിൽ നിന്നും ബാറ്ററിയിൽ നിന്നും കയറി വരുന്ന ആ ഭാഗത്ത് പ്രദക്ഷിണ ദിശയാണോ അപ്രദക്ഷിണ ദിശയാണോ? അപ്രദക്ഷിണ ദിശയാണ്. അപ്പോൾ അപ്രദക്ഷിണ ദിശയിൽ അവിടെ എന്തായി മാറി? ഉത്തര ധ്രുവമായി മാറി, ശരിയല്ലേ? നോർത്ത് പോളാണ്. അങ്ങനെയാണെങ്കിൽ ഇറങ്ങി വരുന്നത് പ്രദക്ഷിണ ദിശയിലാണല്ലോ. നമുക്ക് ആ ചിത്രം ഒന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക്
വേഗം മനസ്സിലാവും അല്ലേ? ശരിയല്ലേ? ഇത് പോസിറ്റീവിൽ നിന്നും വന്നു ഈ ഒരു വശത്ത്, ഫസ്റ്റ് വശത്ത് നമുക്കിവിടെ എന്താണ്, അപ്രദക്ഷിണ ദിശയാണ് അല്ലേ? ഈ അപ്രദക്ഷിണ ദിശയാണ്ട് ഇവിടെ ഈ കാന്തത്തിൻ്റെ ഇതൊരു കാന്തമായി മാറി അല്ലേ? പച്ചിരുമ്പ് കൂറ് വെച്ച് കഴിയുമ്പോൾ കാന്തമായി മാറി. അപ്പോൾ ഇതിനകത്ത് ഏത് പോളാണ്? നോർത്ത് പോളാണ് അല്ലേ? അല്ലെങ്കിൽ ഉത്തര ധ്രുവമാണ്. അപ്പോൾ അപ്പുറത്തെ വശത്തോ, ഇറങ്ങി വരുന്ന വശത്ത് ദക്ഷിണ ധ്രുവവുമാണ്. ശരിയല്ലേ? ആ ചിത്രത്തിലെ ആ ഒരു സിമ്പിളുകൾ അല്ലെങ്കിൽ ആ ആരോ മാർഗ്ഗം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള. അപ്പോൾ കാന്തത്തിൻ്റെ നോർത്ത് പോളിൽ നിന്നും തുടങ്ങി മാഗ്നറ്റിക് ഫീൽഡിൽ അവസാനിക്കുന്ന സൗത്ത് പോളിലാണ് അല്ലേ? അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതേപോലെ നോക്കിക്കേ, ആ നോർത്ത് പോളാണ് ആ വശത്ത് വന്നിരിക്കുന്നത് അല്ലേ? സൗത്ത് പോളാണ് ഇറങ്ങുന്ന വശത്ത്. അപ്പോൾ അപ്രദക്ഷിണ ദിശയിലാണ് ഇവിടെ പോകുന്നത്, എൻ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ നോർത്ത് പോൾ. മറ്റേടത്ത് പ്രദക്ഷിണ ദിശയിൽ ഇറങ്ങി വരുന്നത്, അതിനാൽ അവിടെ സൗത്ത് പോൾ. ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് നിങ്ങൾ ബുക്കിനകത്തേക്കൊന്ന് വരച്ച് നമ്മളൊന്ന് എഴുതി വെക്കുകയാണെങ്കിൽ വേഗം ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം നമ്മൾ ഈ ഒരു വൈദ്യുത കാന്തത്തിൻ്റെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ വൈദ്യുത കാന്തത്തിൻ്റെ കാന്തശക്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ വൈദ്യുത കാന്തമാണ്. അപ്പോൾ ഈ വൈദ്യുത കാന്തത്തിൻ്റെ ശക്തി നമുക്ക് വർദ്ധിപ്പിക്കാം അല്ലേ? അപ്പോൾ അത് പ്രധാനമായിട്ട് നമുക്ക് ഏതൊക്കെ മേഖലയിൽ കൂടെയാണ് ഇതിനെ വൈദ്യുതിയുടെ അല്ലെങ്കിൽ ഈ കാന്തത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നത്? ഒന്ന്, വൈദ്യുതത്തിൻ്റെ പ്രവാഹ തീവ്രത വർദ്ധിപ്പിക്കുക അല്ലേ? ആ സെല്ലിലെ ബാറ്ററിയുടെ അളവ്, അതിന് വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് കൊടുക്കുന്നത് അളവ് കൂട്ടി കൊടുക്കുക. അതൊരു ഒരു 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 മെത്തേഡാണ്. ഇനി അടുത്തത് ഏതൊക്കെയാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അവിടെ ആ സർപ്പിളാകൃതിയിൽ എടുത്തിരിക്കുന്ന ചുറ്റികളുടെ എണ്ണം വർദ്ധിപ്പിച്ചാലോ? ശരിയല്ലേ? ചുറ്റികളുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാലും കാന്തത്തിൻ്റെ ശക്തി നമുക്ക് കൂട്ടിയെടുക്കാം. ഇനി അടുത്തതോ, മൂന്നാമത്തെ ഒരു പോയിൻ്റ്, നമ്മൾ ഇതിനകത്തൊരു പച്ചിരുമ്പ് കൂറ് വെച്ചിട്ടുണ്ട് അല്ലേ? അതിൻ്റെ ഛേദതല പരപ്പളവ് അല്ലെങ്കിൽ അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമ്മളൊന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കാന്തത്തിൻ്റെ ശക്തി കൂട്ടിയെടുക്കാൻ സാധിക്കത്തില്ലേ? അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക, ഈ ഇലക്ട്രിക് ക്രെയിനൊക്കെ ഇല്ലേ, വലിയ ഭാരമുള്ള കണ്ടെയ്നറൊക്കെ പൊക്കിയെടുക്കുന്നു. വല്ലാർപാടത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. കപ്പലിലേക്ക് വലിയ കണ്ടെയ്നർ വെക്കുന്നത് എടുക്കുന്നതൊക്കെ ഇത്തരത്തിലുള്ള ഇലക്ട്രിക് ക്രെയിൻ വെച്ചിട്ടാണ്. അപ്പോൾ അത്രയും ശക്തി അതിന് കിട്ടണമെങ്കിൽ അതിനനുസരിച്ചുള്ള വലിയ വൈദ്യുത കാന്തങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതും ബുക്കിനകത്തേക്കൊന്ന് എഴുതിയെടുക്കണം. തരാത്ത പോയിൻറ്റുകളാണിത്. അതായത് ചുറ്റികളുടെ എണ്ണം വർദ്ധിപ്പിച്ച് നമുക്ക് കാന്തത്തിൻ്റെ ശക്തി കൂട്ടാം. പച്ചിരുമ്പ് കൂറിൻ്റെ ഛേദതല പരപ്പളവ് വർദ്ധിപ്പിച്ചും അല്ലെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമ്മൾ വലിപ്പം കൂട്ടിയും നമുക്ക് ഈ ഒരു വൈദ്യുത കാന്തത്തിൻ്റെ ശക്തി വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ 3 പോയിൻ്റാണ്. ഒന്ന്, വൈദ്യുത പ്രവാഹ തീവ്രത വർദ്ധിപ്പിക്കുക. രണ്ടാമത്തെ, ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. 3, പച്ചിരുമ്പ് കൂറിൻ്റെ പരപ്പളവ് വർദ്ധിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആശയം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. ഇപ്പോൾ വൈദ്യുതകാന്തത്തിൻ്റെ ദിശയും വൈദ്യുതകാന്തത്തിൻ്റെ പ്രവാഹ ദിശയ്ക്കനുസരിച്ച് ധ്രുവങ്ങൾ കണ്ടുപിടിക്കാൻ പഠിച്ചല്ലോ. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ സോളിനോയിഡും ബാർകാന്തവും തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്കൊന്ന് പഠിച്ചാലോ? അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ അങ്ങ് എൻഡ് ചെയ്യാം. ഇവിടെ നോക്കിക്കേ, 2 തരത്തിലുള്ള ഇത്, ഒന്ന് സ്ഥിരകാന്തവും ഒന്ന് ഒരു വൈദ്യുത കാന്തവും അല്ലേ? ആ സ്ഥിരകാന്തത്തിനകത്ത് നമ്മൾ തമ്മിലൊന്ന് താരതമ്യം നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ. ഒന്ന് നോർത്ത് പോളും സൗത്ത് പോളും തന്നിട്ടുണ്ട്. മറ്റേടത്താണെങ്കിലോ വൈദ്യുതി പ്രവഹിക്കുന്ന ദിശയ്ക്കനുസരിച്ചാണ് അവിടെ ധ്രുവത്തിൻ്റെ വ്യത്യാസം വരുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇത് പോസിറ്റീവ് വഴി പോകുന്നു, അവിടെ ആ പ്രദേശത്ത് സൗത്ത് പോള് അല്ലേ, മറ്റേ വശത്ത് നോർത്ത് പോള്, അല്ലെങ്കിൽ ഈ വശത്ത് നോർത്ത് പോള്, അപ്പുറത്തെ വശത്ത് സൗത്ത് പോള്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ബാറ്ററി കൊടുക്കുന്ന ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ഡയറക്ഷൻ മാറുന്നു. പക്ഷേ ഇതിനകത്ത് ബാർ മാഗ്നറ്റിനകത്ത് അങ്ങനെ മാറുന്നുണ്ടോ? അത് നിർമ്മിച്ച കാലം മുതലേ തന്നെ അതിന് ഒറ്റ നോർത്ത് പോളും ഒരു സൗത്ത് പോളും ഉള്ളൂ അല്ലേ? ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇവ തമ്മിലുള്ള വ്യത്യാസം നിങ്ങളൊന്ന് ബുക്കിനകത്തേക്ക് ഒന്ന് എഴുതുകയാണെങ്കിൽ, ഇങ്ങനെ 2 ബോക്സ് വരച്ചിട്ട് ഒന്ന് എഴുതുകയാണെങ്കിൽ, ഒന്ന് കാന്തശക്തി സ്ഥിരമാണ് അല്ലേ, മറ്റേതിനകത്ത് കാന്തശക്തി താൽക്കാലികമാണ്. ശരിയല്ലേ? മറ്റേ കാന്തശക്തി സ്ഥിരമാണ്, മറ്റേത് കറണ്ട് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാന്തശക്തി നഷ്ടപ്പെട്ടു അല്ലേ? കറണ്ട് കൊടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അവിടെ കാന്തശക്തി ലഭിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ വേറൊരു പോയിൻ്റുണ്ട്, ധ്രുവങ്ങൾ അല്ലേ? ധ്രുവങ്ങൾ ബാർകാന്തത്തിനകത്ത് സ്ഥിരമായിട്ടിരിക്കുകയാണ്. സോളിനോയിഡിനോ എന്ത് സംഭവിക്കും? വൈദ്യുത പ്രവാഹ ദിശ മാറുന്നതനുസരിച്ചും അതിൻ്റെ ധ്രുവതയ്ക്ക് മാറ്റം വരും അല്ലേ? ഇപ്പോൾ കാണുന്ന സൗത്ത് പോൾ നമുക്ക് വേണമെങ്കിൽ ബാറ്ററി ഒന്ന് ടെർമിനൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് സൗത്ത് പോളാക്കാം. ശരിയല്ലേ? നോർത്ത് പോൾ സൗത്ത് ആക്കാം, സൗത്ത് നോർത്ത് ആക്കാം. അപ്പോൾ അത്തരത്തിൽ മാറ്റം വരാം. ഇനി മൂന്നാമത്തെ ഒരു വ്യത്യാസം എന്താണ്? കാന്തശക്തി നമുക്ക് ശക്തി വർദ്ധിപ്പിക്കാൻ
നമുക്ക് പറ്റത്തില്ല ബാർ കാന്തത്തിനകത്ത്. അത് നിർമ്മിച്ച കാലത്ത് എങ്ങനെയാണോ ആ ഒരു ഇത് തന്നെയാണ്. പക്ഷേ സോളിനോയിഡിന് അങ്ങനെയല്ല. കാന്തശക്തി നമുക്ക് യഥേഷ്ടം വർദ്ധിപ്പിക്കാൻ സാധിക്കും 3 കാര്യങ്ങൾ കൊണ്ട്. ഒന്നല്ലെങ്കിൽ വൈദ്യുത പ്രവാഹ തീവ്രത വർദ്ധിപ്പിച്ച്, രണ്ടാമത്തേത് പച്ചിരുമ്പ് കൂറിൻ്റെ ഛേദതര പരപ്പളവ് വലിപ്പം കൂട്ടി, മൂന്നാമത്തെ ചുറ്റുകളുടെ എണ്ണം കൂട്ടി, അല്ലേ? അപ്പം നമുക്ക് അതിൻ്റെ കാന്തത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ ബാർ കാന്തത്തിന് സാധിക്കത്തില്ല. സോളിനോയിഡിനാണെങ്കിൽ നമുക്ക് എത്ര വേണേൽ കൂട്ടിയെടുക്കാനും സാധിക്കും. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ബാർ കാന്തവും സോളിനോയിഡും തമ്മിലുള്ള വ്യത്യാസം. ഈ 3 പോയിൻറ്റുകളാണ്. അപ്പോൾ ഇതും കൂടെ ഈ ഒരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു പോയിൻറ്റ് മനസ്സിലായല്ലോ, അല്ലേ? ഞാൻ പറഞ്ഞത് കേട്ട് നിങ്ങൾ ബുക്കിനകത്തേക്ക് ഈ ഒരു ബോക്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഫില്ല് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത ദിവസം നമുക്ക് മോട്ടോറിൻ്റെ തത്വം, ഫ്ലെമിങ്സിൻ്റെ ഇടതുകൈ നിയമം, അതൊക്കെ നമുക്ക് പഠിക്കാം കേട്ടല്ലോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.